എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം. കക്കയിറച്ചി തോടോടൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല പാടല്ലേ അത് വൃത്തിയാക്കി എടുക്കാനും വേണ്ടി വളരെ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ ആദ്യം കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഒരു പാത്രത്തിനകത്താക്കി ഒന്ന് ആവി വരുമ്പോഴത്തേന് ഈ കക്കത്തോടുകളൊക്കെ തുറന്നിങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. നമ്മൾ ഈ ഒരു കാര്യം മിക്ക ആൾക്കാർക്കും അറിയുന്നതാണ്. പക്ഷേ കക്കയിറച്ചി ഒന്നും അധികം ഈ രീതിയിൽ ഉപയോഗിക്കാത്ത ഒരുപാട് പേര് കാണില്ലേ, അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകട്ടെ. അതുകൊണ്ട് ഇതുപോലെ തോടൊക്കെ തുറന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കക്കയിറച്ചി നമുക്ക് നീക്കം ചെയ്തിട്ടാണ് പിന്നെ വൃത്തിയാക്കുന്നത്. ഓരോ കക്കയിറച്ചി നമ്മൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ മാറ്റി എത്രയോ മണിക്കൂറുകൾ എടുക്കും അതൊന്ന് വൃത്തിയാക്കി എടുക്കാനും വേണ്ടി. പക്ഷെ അങ്ങനൊന്നും ചെയ്യാണ്ട് വളരെ നിസ്സാര സമയത്തിനുള്ളിൽ നമുക്ക് കക്കയിറച്ചി വൃത്തിയാക്കാൻ പറ്റുന്ന കുറച്ച് മാർഗ്ഗങ്ങൾ ഇതിന് മുമ്പ് നമ്മൾ അങ്ങനത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇന്ന് നമ്മൾ നല്ലപോലെ കഴുകി ഒന്ന് ആവി വന്നപ്പോഴത്തേന് തന്നെ ആ തോടൊക്കെ പെട്ടെന്ന് തന്നെ തുറന്നു വന്നു. പെട്ടെന്ന് ആ ഒരു ചൂടൊക്കെ മാറിക്കിട്ടും കേട്ടോ. അതിനുശേഷം ഈ ഒരു തോടിൽ നിന്ന് ഈ ഒരു ചെറിയ കക്കയിറച്ചി നമ്മൾ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം എടുക്കും കേട്ടോ. ഈ രീതിയിൽ ചെയ്യുമ്പോൾ തോടോടുകൂടി വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ എപ്പോഴും നല്ലത് തോടില്ലാത്ത ഇറച്ചി വാങ്ങിച്ചിട്ട് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് എളുപ്പമാക്കാൻ പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടുമ്പോൾ കുറച്ച് സമയം എടുത്താലും നല്ലൊരു ടേസ്റ്റോടുകൂടി കഴിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗം കേട്ടോ. അത് ഈ ഒരു കക്കയുടെ വെള്ളം വെച്ചിട്ട് രസമൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ അധികം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അന്നേരം ഇറച്ചി മാത്രമായിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ആദ്യം ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ എന്തോരം സമയം എടുക്കും ഇത് വൃത്തിയാക്കി എടുക്കാനും വേണ്ടി. ഒരെണ്ണത്തിന് തന്നെ ഇത്രയും സമയം ആ ഒരു വേസ്റ്റ് മാറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ടൊക്കെ വെച്ച് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രീതിയാണ് പറയുന്നത്. ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കൈകൊണ്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കാൻ ഇങ്ങനെ എടുക്കില്ലേ, മാവൊക്കെ ഇങ്ങനെ കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി എടുക്കുന്ന പോലെ എടുക്കില്ലേ, അതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അന്നേരം അത്രയും നല്ല രീതിയിൽ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വേസ്റ്റ് പുറത്ത് പോവുകയും നമുക്ക് കക്കയിറച്ചി നല്ല വൃത്തിയായിട്ട് എടുക്കാനും പറ്റും. ഇതുപോലെ നമ്മൾ എല്ലാം ഒന്ന് അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കുമ്പം തന്നെ ആ ഒരു വേസ്റ്റ് മാറി കക്കയിറച്ചി മാത്രമായിട്ട് കിട്ടും കേട്ടോ. ഇതെല്ലാ ഭാഗത്തും നമ്മളിതുപോലെ ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിക്കുമ്പം തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. ഇറച്ചി മാത്രമായിട്ടും ആ ഒരു വേസ്റ്റ് വേറെയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് വളരെ എളുപ്പകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒന്നാമത്തെ രീതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കക്കയിറച്ചി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഇതുപോലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചെറിയ കക്കയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യുവാണെങ്കിൽ എത്ര നേരം എടുക്കുന്നൊരു കാര്യമാണ് നിസ്സാര ഒരു സമയത്തിനുള്ളിൽ നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറേ വെള്ളം കഴുകി നമ്മൾ ആ ഒരു വേസ്റ്റ് മാറ്റിയെടുത്തിട്ടുണ്ട്. തണ്ട പിന്നെ നമ്മൾ ചിലരൊന്നും ഇത്രയൊന്നും കഴുകില്ല കേട്ടോ. നമ്മൾ മിക്ക വീഡിയോയിലും ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കയിറച്ചിയിൽ ചിലർ വേസ്റ്റ് പോലും മാറ്റാതെ ഉപയോഗിക്കുന്നവരുണ്ട്, ഇതുപോലെ വേസ്റ്റ് മാറ്റിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ പക്ഷേ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല പോലെ കഴുകി ആ ഒരു വെള്ളം ക്ലിയർ ആയി കിട്ടണം. എന്നാൽ മാത്രമേ അതൊരു കറക്റ്റായിട്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഇപ്പം നമ്മൾ പറയുന്നതിന് കണക്ക് പലർക്കും പല രീതി ചെയ്യുന്നതാണ് എളുപ്പം, പലർക്കും പല രീതി ചെയ്യുന്നതിനായിരിക്കും രുചികരമായിട്ട് തോന്നുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ നല്ലപോലെ ക്ലീനായി കിട്ടി. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ രണ്ടാമതായിട്ട് കക്ക ക്ലീൻ ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. അന്നേരം ഇതുപോലുള്ള കക്കകളൊക്കെ കിട്ടുമ്പം ഇത് പല സമയത്ത് എടുത്ത വീഡിയോകൾ ചേർത്തിട്ടുള്ളൊരു വലിയ വീഡിയോ ആണ് കേട്ടോ. ഒന്നെങ്കിൽ ഫ്രീസറിലോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് ഒരുപാട് ഇതാവണ്ട, ചെറുതായിട്ടൊന്ന് ആയതിനു ശേഷം ഇതുപോലൊരു സിപ്ലോ കവറിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോ വെച്ചിട്ട് ചപ്പാത്തിയുടെ കോലും കൊണ്ട് ഒന്ന് പരത്തിയെടുക്കുമ്പം തന്നെ നല്ല പോലെ ആ ഒരു വേസ്റ്റൊക്കെ പുറത്ത് വരും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇന്നും കൂടെ ഒന്ന് നല്ലപോലെ ഞാനൊന്ന് തിരുമ്മിയെടുക്കും കേട്ടോ കൈ കൊണ്ട്. എന്നിട്ട് ഇതുപോലൊരു കണ്ണാപ്പിക്കകത്തിട്ട് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടണത്. അതുപോലെ വെള്ളം ഒഴിച്ച് കഴിയുമ്പം ആ വേസ്റ്റ് അങ്ങ് മാറുകയും ചെയ്യും. നമ്മൾ ആ ഒരു കക്കയിറച്ചി നല്ലപോലെ വൃത്തിയായി കിട്ടി. എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ചെയ്ത് തീർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ചേർത്ത് വെക്കാം. ചിലർക്ക് വെളുത്തുള്ളി മാത്രമായിരിക്കും ഇഷ്ടം. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഉപ്പ്, മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് കൈകൊണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് പാകത്തിനോട് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടായ എണ്ണയിൽ വറുത്ത കുരി എടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി റെഡിയാണ് കേട്ടോ. അന്നേരം ഇതുപോലെ ഇനി കക്കയിറച്ചിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പകരമായിട്ട് കക്കയിറച്ചി നമുക്ക്
നമുക്ക് വൃത്തിയാക്കാനും പെട്ടെന്നൊരു റെസിപ്പി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തയ്യാറാക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ലേശം പൊടിയുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികയാവാം, ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മരുന്നുകളോ എന്തുമായിക്കൊള്ളട്ടെ ഇതിലേക്ക് നമ്മൾ ലേശം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇച്ചിരി മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചുമയുടെ മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. എന്നിട്ട് ചെറിയ ചെറിയ കോട്ടന് നമ്മൾ ചുരുട്ടിയെടുത്തിട്ട് ഇതിൽ ബോൾ രീതിയിൽ ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മുടെ കിച്ചണിലും ഈ പല്ലി, പാറ്റ, അതുപോലെ തന്നെ എലിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ, കൂടുതലും കിച്ചണിലാണല്ലോ ഇത് വരാറുള്ളത്, അവിടുത്തെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിലും നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ സൈഡിൽ പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കാണാത്ത രീതി വേണം ഇതൊക്കെ ചെയ്യാനും വേണ്ടി കേട്ടോ. ഇതിപ്പം ഒരു സിറപ്പാണെങ്കിൽ നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികൾ എടുക്കാം, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, അങ്ങനത്തെയുള്ള കുറേ സാധനങ്ങൾ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നതും നല്ലതാണ്. ഇതിപ്പോൾ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമുക്കങ്ങനെ എലി, പല്ലി, പാറ്റയുടെയൊക്കെ ശല്യം ഒഴിവാക്കാൻ നല്ലതാണ്. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ജീരകം, ഉലുവ ഒക്കെ ആണെങ്കിൽ നമ്മൾ തലേനെ ഒന്ന് കുതിർത്ത് വെക്കുകയാണ്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് നല്ലപോലെ അതൊന്ന് കുതിർന്ന് വരും. അത് വെള്ളവും അത് ആ ഒരു കരിഞ്ജീരകവും ഉലുവയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മുടി സംരക്ഷണത്തിന് പറ്റുന്നൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഒരുപാട് വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനിതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന കേശവർദ്ധിനി, കേശകാന്തി, കേശസംരക്ഷണി എന്ന് പറയുന്ന ഇലയാണ്. ഒത്തിരിയേറെ ഗുണങ്ങളുള്ളതാണ്. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേശവർദ്ധിനിയെ കുറിച്ചൊക്കെ. കാരണം നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതള നാരങ്ങയുടെ തോലാണ് കേട്ടോ. തോലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മുരിങ്ങയില, നമുക്ക് പിന്നെ ഇഷ്ടമുള്ള നമ്മുടെ മുടി സംരക്ഷണത്തിന് ആവശ്യത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് മുടിയുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിന് സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കും. പെട്ടെന്ന് മുടി കറുപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, മുടി വളരാനുള്ളതുണ്ടോ, താരൻ മാറാനുള്ളതുണ്ടോ, അതിനെല്ലാം ഉള്ളൊരു പരിഹാരമാണ് നമ്മുടെ അനാർക്കലിയുടെ ഹെയർ ഓയിൽ കേട്ടോ. അതായത് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പനിക്കുറുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുക്കുക വെച്ചാൽ ഒരുപാട് വറ്റിക്കേണ്ട, പകുതി ഭാഗം വെള്ളം ആക്കണം. എന്നിട്ട് ഇനി ഇതിനെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്താക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഏതെങ്കിലും ഒരു ബോട്ടിലിനകത്താക്കി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നല്ലപോലെ തണുപ്പ് മാറിയതിന് ശേഷം തേച്ച് കൊടുക്കാവുന്നതാണ്. അത് നല്ലതാണ് മുടി വളരാൻ കേട്ടോ. ഇതിനകത്ത് ഈ ഒരു വെള്ളം മാത്രം ഉപയോഗിച്ചാൽ ഓരോ ചെരുവയും അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് താരമൊന്നും ചെയ്യാൻ സമയമില്ലാത്തവർക്കായിട്ടാണ് നമ്മൾ അനാർക്കലിയുടെ ഹെയർ ഓയിൽ പരിചയപ്പെടുത്തുന്നത്. പലതവണ നമ്മളോട് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകയും എന്താണ് മുടി കറക്കാൻ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളതിന് ഈ ഒരു അനാർക്കലിയുടെ ഹെയർ ഓയിൽ മുടി കറക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് നമ്മൾ പറയുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. ഇതിൽ നീലാംബരി, അതുപോലെ പിന്നെ അഞ്ജനക്കല്ല്, മൈലാഞ്ചി, ബ്രഹ്മി, അങ്ങനെ തുടങ്ങി ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഡൈയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം, നാച്ചുറൽ ഡൈയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഒരു റിസൾട്ട് കിട്ടില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. നിറം മാറ്റാനാണെങ്കിലും, അതുപോലെ തന്നെ മുടി വളരാനാണെങ്കിലും, അതുപോലെ താരൻ ചൊറിച്ചിൽ, നല്ല ഉറക്കം കിട്ടാനും, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന നമ്മുടെ നാച്ചുറലായിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന അനാർക്കലി ഹെയർ ഓയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു.